ഹായ് ഹലോ ഡിജി ലോക്കർ എന്ന ആപ്പിനെ കുറിച്ചാണ് ടാലൻഫോടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോ. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്. ഈ ഡിജി ലോക്കർ എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വെഹിക്കിൾ RC, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എന്നിവയെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതെല്ലാം ഡിജിറ്റലി വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഡിജി ലോക്കർ എന്ന ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ഒരു ഫിസിക്കലി വെരിഫിക്കേഷൻ ടൈമിൽ നമുക്ക് ഇവയെല്ലാം നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഡിജി ലോക്കർ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഡിജിറ്റലി വെരിഫൈ ചെയ്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് കാണിച്ചാലും മതിയാകും. ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നതാണ് ടാലൻഫോടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നിങ്ങളുടെ ഫോണിൽ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഡിജി ലോക്കർ എന്ന് സെർച്ച് ചെയ്യുക. ഡിജി ലോക്കർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഓപ്ഷൻസിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നാഷണൽ ഗവേണൻസ് ഡിവിഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് നോട്ട് ചെയ്തിട്ടുള്ള ഡിജി ലോക്കർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇത് നാഷണൽ ഗവേണൻസ് ഡിവിഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഡിജി ലോക്കർ ആണെന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഡിജി ലോക്കർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പണായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ പ്രിഫേർഡ് ആയിട്ടുള്ള ലാംഗ്വേജാണ് ചോദിക്കുന്നത്. ഓൾമോസ്റ്റ് ലാംഗ്വേജസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യാം. കണ്ടിന്യൂ ഇൻ ഇംഗ്ലീഷ് എന്ന ഓപ്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർഫേസ് ആണ് അവിടെ ചോദിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യുന്നവർക്ക് റീഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ലെറ്റ്സ് ഗോ എന്ന ഓപ്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ സ്കിപ്പ് എന്നൊരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. സ്കിപ്പ് എന്ന ഓപ്ഷൻ അവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഓപ്പൺ ഇൻ്റർഫേസ് ആണ് ഇവിടെ വരുന്നത്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഡോക്യുമെൻറ്റ്സ് യു മൈറ്റ് നീഡ് ആധാർ കാർഡ്, പാൻ കാർഡ്, കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം 10th മാർക്ക് ഷീറ്റ്, 12th മാർക്ക് ഷീറ്റ്, ഈ ഉള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. കാറ്റഗറീസിൻ്റെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് തുടങ്ങുന്നതിന് വേണ്ടി ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് ഓപ്ഷൻ കൊണ്ട് അവിടെ കുറച്ച് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ആ പെർമിഷനൊക്കെ കൊടുക്കാം. ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൊബൈൽ നമ്പർ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP സെൻഡ് ചെയ്യുന്നതായിരിക്കും. ആ OTP നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. OTP കൊടുത്തതിന് ശേഷം വെരിഫൈ എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. വെരിഫൈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചോദിക്കുന്നത് വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്നാണ്. അതായത് നമ്മുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ എന്താണോ ആ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. ഇത് ആധാർ നമ്പർ ഇപ്പോൾ വെരിഫൈ ചെയ്യേണ്ട എന്നാണെങ്കിൽ സ്കിപ്പ് ഫോർ നൗ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് പിന്നീട് ആധാർ നമ്പർ വെരിഫൈ ചെയ്യാൻ കഴിയുന്നതുമാണ്. ഇപ്പോൾ ഇവിടെ ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ട്. വെരിഫൈ എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. ആധാർ വെരിഫൈ ആകുമ്പോൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും, ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കുന്നത് ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിന്നാണ്. നമുക്ക് ഈ പറഞ്ഞ ഡിജി ലോക്കർ മറ്റുള്ള ആപ്ലിക്കേഷൻസുമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു പിൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഡിജി ലോക്കർ ആ ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാനുള്ള അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മറന്നു പോകാത്ത ഒരു പിൻ തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യുക. അതിനുശേഷം അവിടെ എനേബിൾ ഡിവൈസ് ഫേസ് ID ആൻഡ് ടച്ച് ID എന്നൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് അവിടെ എൻ്റർ ചെയ്യണമെങ്കിൽ എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം വെരിഫൈ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. വെരിഫൈ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് ഈ ഡിജി ലോക്കറുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. ആധാർ കാർഡ് ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് ഡിജി ലോക്കർ എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ആ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അവിടെ ഹോം, സെർച്ച്, ഇഷ്യൂഡ്, മെനു, ഉമാങ് എന്ന കുറച്ച് ഡീറ്റെയിൽസ് അവിടെ കാണാൻ കഴിയും. ഈ താഴെ കാണുന്ന
സെർച്ച് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നോർമലി അല്ലെങ്കിൽ ജനറലി ഏതെല്ലാം സർട്ടിഫിക്കറ്റ്സ് ആഡ് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ നോക്കിയാൽ കാണാം. 10th മാർക്ക് ഷീറ്റ്, അതേപോലെ 12th മാർക്ക് ഷീറ്റ്, പാൻ കാർഡ്, പോളിസി ഡോക്യുമെൻറ്റ്, കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഈ വക ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ താഴെ നോക്കിക്കഴിഞ്ഞാലും ആ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റുന്നതാണ്. ഈ സ്റ്റേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റ്സിലും സ്റ്റേറ്റ്സുകാർ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഈ വക ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. അത് കഴിഞ്ഞ് ഇഷ്യൂഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഡിജി ലോക്കറിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അതറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ആധാർ കാർഡും പാൻ കാർഡും, ഈ 2 കാർഡും ഞാനിവിടെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാൻ പറ്റും. ആധാർ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പാൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ പാൻ കാർഡ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഞാൻ ആധാർ കാർഡ് ഓപ്പൺ ചെയ്തു. ആധാർ കാർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെരിഫൈഡ് ബൈ ഡിജി ലോക്കർ എന്നൊരു ബ്ലൂ മാർക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. QR കോഡ് കാണാൻ പറ്റുന്നുണ്ട്. താഴെ ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേസ് ആൻഡ് എയർപോർട്ട് അക്സെപ്റ്റ് ഡിജിറ്റൽ ആധാർ ത്രൂ ഡിജി ലോക്കർ ആസ് വാലിഡ് ഐഡൻറ്റി പ്രൂഫ്. ഇന്ത്യൻ റെയിൽവേസും എയർപോർട്ടിലും ഡിജി ലോക്കറിലുള്ള ആധാർ കാർഡ് വാലിഡ് ID പ്രൂഫായിട്ട് തന്നെ അവർ കണക്കാക്കുന്നുണ്ട് എന്നൊരു മെസ്സേജ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാൻ കാർഡും കാണാൻ പറ്റുന്നതാണ്. മെനു എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാൻ കഴിയുന്നതാണ്. ഇത്രയാണ് ഒരു ബേസിക് ഐഡിയ, ഡിജി ലോക്കർ എന്ന ആപ്പിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഡിജി ലോക്കറിലേക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ആഡ് ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് വരുന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ദിസ് ഈസ് ടാലന്റ് ഫോർ ടെക്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.